എല്ലാവർക്കും നമസ്കാരം. ജെഇ മെയിൻ എക്സാമിനേഷൻ ജാനുവരി നടക്കുന്നുണ്ട്. അതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഈ മാസം 22 വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെയും ചെയ്യാത്ത ആൾക്കാർ എന്തായാലും നവംബർ 22 രാത്രി 9:30 വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. മുടക്കമില്ലാതെ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. എഞ്ചിനീയറിംഗ് മേഖലയിൽ ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു എൻട്രൻസ് പരീക്ഷയാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ് ജെഇ മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ വർഷം മുതൽ ജെഇ അഡ്വാൻസ് എന്ന് പറയുന്ന ജെഇ മെയിൻ ക്വാളിഫൈഡ് ആയാൽ അടുത്ത ലെവലിൽ എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ ജെഇ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് ഈ വർഷം മുതൽ വർഷത്തിൽ 3 പ്രാവശ്യമായി നമുക്ക് എഴുതാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ അയക്കാൻ കഴിയാത്തവർ നവംബർ 22 മുന്നേ തന്നെ അപേക്ഷ അയക്കുക, പരീക്ഷ എഴുതുക. മാർക്ക് മോശമാണെങ്കിൽ നമുക്ക് ഏപ്രിലിൽ എഴുതി ഒന്നുകൂടി മെച്ചപ്പെടുത്താം. അത് 2ലും വെച്ച് ഏറ്റവും നല്ല മാർക്ക് എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇപ്പം ജെഇ മെയിൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നതിൽ 2 ലക്ഷം ആൾക്കാർ ക്വാളിഫൈഡ് ആയിട്ട് NDA പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ ജെഇ അഡ്വാൻസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ജെഇ അഡ്വാൻസ് എന്ന പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇതിലെ നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾക്ക് 23 IITs ഉണ്ട്. 23 IITs ഉണ്ട്. ഏകദേശം 17,500-ലധികം സീറ്റുകളാണുള്ളത്. സീറ്റ് നമ്മൾ ഏറ്റവും അലോക്കേഷൻ മെട്രിക്സ് അനുസരിച്ചിട്ടാണെങ്കിൽ 17,700 വരുന്ന സീറ്റുണ്ട്. ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി, ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിയാണ് ശരിക്കും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് അലോക്കേഷൻ കംപ്ലീറ്റ് നടത്തുന്നത്. അവരുടെ കണക്കനുസരിച്ച് 17,700-ലധികം സീറ്റുകൾ IITസിലുണ്ട്. 23 IITയിലാണ്. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പായിട്ട് IIT മദ്രാസ് ആണ്. അതുകൂടാതെ IIT ഡൽഹി ഉണ്ട്, IIT മുംബൈ ഉണ്ട്, IIT കാൺപൂർ ഉണ്ട്, IIT റൂക്കി ഉണ്ട്, കാൺപൂർ ഉണ്ട്, പിന്നെ ഗുവാഹത്തി ഉണ്ട്. ഒത്തിരി IITs ഉണ്ട്. 17ഓളം ടോപ്പായിട്ടുള്ള IITs ഉണ്ട്. 23 നമ്മൾ പാലക്കാട്, കേരളത്തിൽ പാലക്കാട് IIT ഉണ്ട്, ഗോവയിൽ IIT ഉണ്ട്, ഹൈദരാബാദ് IIT നല്ല IIT ആണ്. ഇങ്ങനെ 23 IITs ഉണ്ട്. അവിടെ അഡ്മിഷൻ കിട്ടുന്ന ഉറപ്പായിട്ടും ജെഇ മെയിൻ പാസ്സാവുകയും ജെഇ മെയിൻ പാസ്സായതിനു ശേഷം ജെഇ അഡ്വാൻസ് 2 ലക്ഷം ആൾക്കാരിൽ 2 ലക്ഷം പേരൊന്നും എഴുതത്തില്ല. എഴുതുന്നതിൽ നിന്ന് ഏകദേശം 17,700-ഓളം സീറ്റുകൾ വന്നിട്ടാണെങ്കിൽ വിവിധമായ IITകളിൽ വിവിധമായ ബ്രാഞ്ചസിൽ അഡ്മിഷൻ സീറ്റുകളുണ്ട്. പണ്ടൊക്കെ സീറ്റ് 10,000-ത്തിന് അടുപ്പിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ IITയുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ സീറ്റ് അലോക്കേഷൻ കുറച്ചുകൂടി നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഇൻ കേസ് ജെഇ അഡ്വാൻസ് എഴുതുന്നില്ല എങ്കിൽ ജെഇ മെയിൻ എഴുതി നല്ല സ്കോർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 2ാമത്തെ ലെവൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NITs എന്ന് പറയുമ്പോൾ. ഇന്ത്യയിൽ 31 NITs ഉണ്ട്. കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതനുസരിച്ച് ഏകദേശം 24,000-ഓളം വരുന്ന സീറ്റുകളുണ്ട്. 24,000-ഓളം വരുന്ന സീറ്റുകളുണ്ട്. ചില NITs എന്ന് പറയുന്നത് IITകളെക്കാൾ കൂടുതൽ റാങ്കിങ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. തൃശ്ശി NIT നോക്കിയാൽ മതി. കാലിക്കറ്റ് NIT വന്നിട്ട് നല്ല റാങ്കിങ് ഉള്ള NIT ആണ്. അപ്പോൾ NITയിലൊക്കെ കിട്ടിയാലും നമ്മൾക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യത. 31 NITയിലായി 24,000-ഓളം വരുന്ന സീറ്റുകളുണ്ട്. അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ITs ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 26 ട്രിപ്പിൾ ITs ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. ഏകദേശം 8,500-ലധികം സീറ്റുകൾ വന്നിട്ട് അവിടെയുമുണ്ട്. ഇത് 3നും കൂടാതെ, അതായത് IIT, NIT, ട്രിപ്പിൾ IT കൂടാതെ ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള 40-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 9,500-ഓളം വരുന്ന സീറ്റുകൾ വന്നിട്ടാണെങ്കിൽ ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ 4 നാഷണൽ ലെവൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ മൊത്തം വരുന്ന സീറ്റ് നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉള്ളത് ഏകദേശം 60,000-ഓളം വരുന്ന സീറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും വൈഡായിട്ടുള്ള, അത്രയും സ്കോപ്പുള്ള, അത്രയും അധികം അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എൻട്രൻസ് പരീക്ഷയാണ് ജെഇ മെയിൻ എന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റേറ്റ് ലെവലിലുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ JEE മെയിൻ എക്സാമിനേഷൻ എഴുതുക, നല്ല സ്കോർ കരസ്ഥമാക്കുക. JEE അഡ്വാൻസ് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ JEE അഡ്വാൻസ് എഴുതി IIT-യിൽ കയറുക, അല്ലെങ്കിൽ NIT, അല്ലെങ്കിൽ IIIT, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ പ്ലേസ്മെന്റ് ഭയങ്കരമാണ്. അങ്ങനെയൊരു സ്ഥാപനങ്ങൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE മെയിൻ എക്സാമിനേഷൻ എഴുതിയേ പറ്റത്തുള്ളൂ. JEE മെയിൻ എഴുതുക. അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 75 ക്വസ്റ്റ്യൻസ്, 25 ക്വസ്റ്റ്യൻസ് 3 സബ്ജക്ട്സ് വെച്ചിട്ട് 75 ക്വസ്റ്റ്യൻസ് 4 മാർക്ക് വെച്ച് 300 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ JEE മെയിൻ സ്കോർ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. മാത്സ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കുക. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ആപ്ലിക്കേഷൻ ലെവലിൽ നല്ല കോമ്പിറ്റൻസി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ചാൻസ് തന്നെ ഒന്നുകിൽ IIT-ക്ക് വേണ്ടിയിട്ടുള്ള JEE അഡ്വാൻസ് എഴുതാനും, അല്ലെങ്കിൽ JEE മെയിൻ വഴി NIT-യിലോ IIIT-യിലോ അതുപോലെ ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ സീറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ഞാൻ നൽകുന്നതാണ്. താങ്ക് യു വെരി മച്ച്.